ഹലോ, ഞാൻ പറയാൻ പോണ ഇന്നത്തെ സ്റ്റോറി എനിക്ക് കുറേ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മദ്രാസിൽ ചെന്ന സമയത്ത് നിന്ന് തന്നെ വയ്ക്കട്ടെ. മദ്രാസിൽ ചെന്ന് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്റ്റോറീസൊക്കെ മറ്റേ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മദ്രാസിൽ അരവിന്ദിന് അലഹാബാദിലേക്ക് ജോലിക്ക് പോകാനായിട്ടുള്ളൊരു ഓർഡറും കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ പുതിയ ബ്രൈഡാണ്. അലഹാബാദിൽ ജോയിൻ ചെയ്യണം കേട്ടോ അരവിന്ദ്. കുറേ നേരം ഞാനിങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇനി ഞാൻ തിരിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ പോകണം, അല്ലെങ്കിൽ ഇനി മാവേലിക്കര പോകണം. എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല മാവേലിക്കര തിരിച്ചു പോകാനായിട്ട്. അരവിന്ദിൻ്റെ വീട്ടിലേക്ക്, അരവിന്ദിൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും ഉണ്ട് അവിടെ. ഒട്ടും ഫ്രണ്ട്ലി അല്ലായിരുന്നു സിസ്റ്ററൊക്കെ. ഫ്രണ്ട്ലി ആണ്, പക്ഷേ പുറകിൽ നിന്ന് സംസാരിക്കുമായിരുന്നു അവർ, അമ്മയും മകളൊക്കെ. കേട്ടാലും എനിക്കൊന്നുമില്ല, കേട്ടോട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായില്ല. പപ്പ മാത്രമാണ് അവിടെ കുറച്ച് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. മകനോടുള്ള ഇഷ്ടം നന്നായിട്ട് എന്നോട് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഒരു സമയമാണ്, 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അരവിന്ദ് ജോലിക്കായിട്ട് അങ്ങോട്ട് പോകണം. ഞാൻ തിരിച്ച് രഞ്ജിനി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുക കേട്ടോ. വന്ന് ഞാൻ എൻ്റെ പഴയ കഥകൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാം രഞ്ജിനി ചേച്ചി ആരാണെന്ന്. അമ്മയുടെ ബ്രദറിൻ്റെ മകളാണ്. ബാബൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനും രഞ്ജിനി ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അരവിന്ദ് പോവും. അപ്പം നമുക്കൊരു വിഷമല്ലേ, ന്യൂ ബ്രൈഡല്ലേ. മാർച്ചിൽ കല്യാണം കഴിഞ്ഞിട്ട് അരവിന്ദിന് നവംബർ അല്ലല്ലോ, സെപ്റ്റംബറിലാണ് ജോലി കിട്ടുന്നത്. അത്രയും ഞങ്ങൾ ആ സമയങ്ങളൊക്കെ കടന്നുപോയത് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞാൻ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അരവിന്ദ് അവിടെ പോയി എല്ലാം കളക്ട് ചെയ്തിട്ട് വരട്ടെ, പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഹെഡ് ഓഫീസിൽ പോവുകയാണ്. ഇവരുടെ സ്പിക് ജെൽ എന്നാണ് ആ കമ്പനിയുടെ പേര്. സ്പിക്കില്ലേ, കേട്ടിട്ടുണ്ടാവും അല്ലേ? സദേൺ പെട്രോ കെമിക്കൽസ്, ഭയങ്കര വലിയ കമ്പനിയാണത്. അപ്പോൾ അതിൽ പോയിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അരവിന്ദ് തിരിച്ചു വന്നിട്ട് പറഞ്ഞ കഥയാണ്. പിന്നെ അരവിന്ദ് അവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ അകത്തേക്ക് വിളിച്ചു. അരവിന്ദിന് പോലും സർപ്രൈസ്ഡ് ആയിട്ട് അവർ പറഞ്ഞു, അരവിന്ദ് ഹെഡ് ഓഫീസിൽ തന്നെ ജോയിൻ ചെയ്തോളൂ, അലഹാബാദിലേക്ക് പോകണ്ട, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തോളൂ. എന്താണ് കഥ നടന്നതെന്ന് ആർക്കെങ്കിലും ഉദ്ദേശിക്കാൻ പോലും പറ്റില്ല. സായിബാബയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സെയിൻറ്റ് ആൻ്റണീസിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഗുരുവായൂർ കൃഷ്ണൻ, ചോറ്റാനിക്കരമായി എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് ദൈവമേ, ഞാൻ ഇനി ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കണമല്ലോ. ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ആ വിവാഹത്തിലേക്ക് കടന്നതും കേട്ടോ. അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം എനിക്ക് പിരിയാൻ ഇഷ്ടമില്ല ആ യങ് ബ്രൈഡിന്. എന്നിട്ട് ഞങ്ങൾ തലേദിവസമൊക്കെ ഇരുന്ന് കരയുമായിരുന്നു അവിടെ. അപ്പോൾ അന്ന് കേണലമ്മായി ഉണ്ട്, ഈ രഞ്ജിനി ചേച്ചിയുടെ അമ്മയെ ഞങ്ങൾ അങ്ങനെ പറയണം, വലിയമ്മായി. കേണലിലായിരുന്നു അവരുടെ അച്ഛനെ. ആ അമ്മായിനെ അതുകൊണ്ട് കേണലമ്മായി എന്നാണ് വിളിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് വെച്ചിട്ട് പറയുമ്പോൾ കേണലമ്മാവൻ്റെ, വലിയമ്മാവൻ്റെ ഭാര്യ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരവിന്ദാണ് അദ്ദേഹം കേണലമ്മായി എന്ന് പേരിട്ടത്. ഞങ്ങളൊക്കെ വലിയമ്മായി എന്നാണ് പറയാം. വല്യമ്മായിയുടെ കഥയും ഞാനൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം കേട്ടോ. വല്യമ്മായി എന്ന് പറഞ്ഞാൽ മീനാക്ഷി ഭാസ്കരൻ എന്നായിരുന്നു എൻ്റെ വലിയ അമ്മാവൻ്റെ പേര്. ഇന്നുണ്ടായിരുന്നെങ്കിൽ 100 വയസ്സുണ്ടാവും കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് തന്നെ അതിൽ 80 വയസ്സ്, 100 വയസ്സിന് മുകളിലുണ്ടാവും. ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ആ അമ്മായിയും ക്കും ഏകദേശം അതുപോലെ തന്നെ വയസ്സാണ്. രണ്ടുപേരും 90 വയസ്സിനോട് അടുപ്പിച്ച് മരിച്ചുപോയി. ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ദീപു മോളുടെ 2ാമത്തെ പിറന്നാളിന് മോൾക്ക് 26 വയസ്സായി. 24 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. 2ാമത്തെ പിറന്നാളല്ല, എപ്പോഴും ഞാനിങ്ങനെ തെറ്റിക്കും ഇയർ. മോൾ UKG പഠിക്കുമ്പോൾ, അതാണ് 2ാമത്തെ വർഷം സ്കൂളിൽ പഠിക്കുമ്പോൾ നടത്തുന്ന എത്രയായിരുന്നു അത്, 3 വയസ്സ് 4 വയസ്സ്. അപ്പോൾ 22 വർഷമായി അമ്മാവൻ മരിച്ചു പോയിട്ട്. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അമ്മയുടെ മൂത്ത ബ്രദർ. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്, ഈ മൂത്ത ബ്രദറിൻ്റെ മകളുടെ വീട്ടിൽ ചെന്നൈയിൽ. അപ്പോൾ ഈ അമ്മായി അവിടെ വിസിറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മായി ഇല്ലേ, മരിച്ചു കേട്ടോ. അമ്മായി എൻ്റെ അടുത്ത് പറയും, നീ അവിടെ നിൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാതെ ഇവിടെ വരൂ കുട്ടി, ഈ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞു തരൂ എന്നോട് പറയണത് കേട്ടോ. അവർക്കത് ചെറിയ കാര്യമല്ല. ഇവിടെ വരൂ, ഞാൻ കുറച്ച് ക്യാരറ്റിൻ്റെ ഹൽവ ഉണ്ടാക്കാൻ പോവുക. അവർ സംസാരിക്കണം അങ്ങനെയാണ്. നോക്കൂ കുട്ടി, ഇവിടെ വരൂ. അവരങ്ങനെയാണ് സംസാരിക്കുക. MA-കാരിയാണ് കേട്ടോ, ഇംഗ്ലീഷ് MA ആണ്. അപ്പോൾ കുട്ടി ഇവിടെ വന്ന് ഇരിക്കൂ. അവർ ഞാൻ ഈ കരയുന്ന കളയാനും കൂടെ ആയിരിക്കും കേട്ടോ. എന്നെ സഹായിക്കൂ, നമുക്ക് ഹൽവ ഉണ്ടാക്കി കഴിക്കാം. നിങ്ങൾ പുതുപ്പെണ്ണും പുതുചെക്കനും ഒക്കെ അല്ലേ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ, അമ്മായി ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പാവം അല്ലേ, ഇവരൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അങ്ങനെ അരവിന്ദ് അന്ന് കരഞ്ഞതിന് ശേഷമാണ് അടുത്ത ദിവസം അരവിന്ദ് പോയപ്പോൾ ഈ മിറക്കിൾസ് ഒക്കെ സംഭവിക്കുന്നത്. അരവിന്ദ് പോകുമ്പോൾ ദൈവമേ തന്നെ എന്തോന്ന് സ്പൂണാളാ ശിവ ഭഗവാനെ ബാബ, ഇങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന അവിടെ അമ്പലത്തിൽ ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ. അത് കഴിഞ്ഞ് അരവിന്ദ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ചിരിച്ചിട്ട് വരികയാണേ. ബാബൻ ചേട്ടൻ അവിടെ ഫ്രണ്ടിലിരുന്ന് ചായ കുടിക്കണു, അരവിന്ദ് വരുന്നു. ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരണം. അരവിന്ദ് വാ 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 ചായ അരവിന്ദ് ചായ കുടിക്കില്ല, നാരങ്ങ വെള്ളം. ഡേ അരവിന്ദ് എന്തെങ്കിലും കുടിക്കാൻ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ഞാൻ അവരുടെ ബാൽക്കണിയിൽ ഇരുന്ന് ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വരുന്ന ചേച്ചി ചെന്നിട്ട് എന്ന് മാത്രം സൗണ്ട് വെക്കണ്ട. അപ്പം ഞാൻ ഓടി ചെല്ലണേ. ചെല്ലുമ്പോൾ അരവിന്ദ് പറയണേ, മോൾട്ടി ഐ എം ഗോയിങ് ടു ബി ഹിയർ ഓൺലി, ഐ ഡോണ്ട് ഹാവ് ടു ട്രാവൽ. ഭഗവാനെ, ആദ്യത്തെ മിറക്കിൾ. ആദ്യത്തെ കുറേ മിറക്കിൾസ് ഉണ്ട്, എന്നാലും ആദ്യം ഈ വേറെ കാറിൻ്റെ മിറക്കിളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഈശ്വര, ഇതൊരു വലിയ മിറക്കിളല്ലേ ഞങ്ങൾക്ക്. ജീവിതം പച്ച പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒന്നിച്ചിരുന്ന് എന്തിതാണെങ്കിലും ഉണ്ടല്ലോ, സ്നേഹിക്കുകയാണെങ്കിൽ ഒരുമയുണ്ടെങ്കിൽ ഒലയ്ക്കപ്പുറത്തും കിടക്കാമെന്ന് പറയണത് ശരിയല്ലേ. അപ്പോൾ നമുക്കിനി എവിടെ വേണമെങ്കിലും പോയി വീട് അന്വേഷിക്കാം, കുഞ്ഞു വീടാണെങ്കിലും മതി. പിന്നെ രഞ്ജന ചേച്ചി വാസ് വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനി നമുക്കപ്പോൾ വീട് അന്വേഷിക്കാമാകാം, അപ്പോൾ ഇനി തിരിച്ചു പോകണ്ട, ആദ്യം പോകണ്ട, അപ്പം തന്നെ വേഗം പോയി ഫോൺ ചെയ്യുന്നു പപ്പയ്ക്ക്, പിന്നെ എൻ്റെ അച്ഛനെ ഫോൺ ചെയ്യുന്നു, എല്ലാവർക്കും സന്തോഷമായിട്ടോ. അപ്പം ഞാൻ വിചാരിക്കണേ, ഭക്തി, ഫെയ്ത്ത്, അത് നിങ്ങൾ മുറുക്ക പിടിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് തന്നെ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും, യൂണിവേഴ്സ് കൊണ്ടുതരും. ഇത് എൻ്റെ കയ്യിലാണോ? അപ്പം ഞാൻ ചോദിച്ചു, അരവിന്ദ് എങ്ങനെ അരവിന്ദ് അത് സംഭവിച്ചേ? അവരവിടേക്കല്ലേ പ്രോജക്റ്റ് എഞ്ചിനീയർ ആയിട്ടല്ലേ എടുത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് അവിടെ ചെന്നപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അഡ്മിൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അയാൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡാണ്, ഞാൻ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞു അദ്ദേഹം അകത്തേക്ക് പോകുന്നേം കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അരവിന്ദിനെ ഇന്ന ഇതിലെ HOD വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നന്ദകുമാർ എന്നാണ് ആ HODയുടെ പേര് കേട്ടോ. നന്ദകുമാറാണോ രാജമാണിക്യമാണോ, രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് അവർ. രണ്ടുപേരും ഉണ്ട് അവിടെ. അതിനകത്ത് ഒരാൾ ഹെഡും ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹായിയുമാണെന്ന് തോന്നുന്നു. അപ്പോൾ അരവിന്ദിനോട് ചോദിക്കണേ, അരവിന്ദ് പ്രോജക്ട്സിൽ തന്നെ പോകണമെന്നുണ്ടോ, ഇവിടെ ഒരു റോളുണ്ട് എടുക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ അരവിന്ദിന് ഇവിടെ നിന്നാൽ പോരെ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ജോബിലേക്ക് തന്നെ എൻ്റർ ചെയ്യണേ. ഓഫ് കോഴ്സ് ഇവിടെ മതി സാർ നരേന്ന് പറയേ, ചോദിക്കാനുണ്ടോ എന്നുള്ളതാണ് മനസ്സിൽ. സെയിം സാലറിയാണ് ഇവിടെ തന്നെ നിൽക്കും. അവിടെയാണെങ്കിൽ അവർ അക്കോമഡേഷൻ കൊടുക്കുമായിരുന്നു, ബാച്ചിലർ അക്കോമഡേഷനും പിന്നെ ഇത് സാലറിയും, പിന്നെ കുറച്ചും കൂടെ അലവൻസ് ഉണ്ട്, ഔട്ട് ഓഫ് സിറ്റി അലവൻസ് എന്നോ അങ്ങനെ ഏതാണ്ട് ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇത് മതി, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ശമ്പളം പറയുന്നതിൽ യാതൊരു മടിയുമില്ല, 5500 രൂപ അതാണ് ശമ്പളം. 5000 രൂപ എന്ന് പറയുന്നത് തന്നെ അന്ന് 2500 രൂപ ഒരു പവന്. 1996 അല്ലേ, 3000 രൂപയോളം ആവുമെന്ന് വെച്ചോളൂ ഒരു പവൻ മേടിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 2 പവൻ മേടിക്കാനുള്ള പൈസ എന്നുള്ള രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ 2 പവൻ മേടിക്കണമെങ്കിൽ 1 ലക്ഷം. ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളെ വിവാഹം കഴിക്കുന്ന പോലെയാണ് അന്ന് കേട്ടോ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുമായിട്ട്. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് പറയണതാണ് ഞാൻ. ഹൗ ടു സ്റ്റാർട്ട് ഇപ്പം എന്നെ കേൾക്കണ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ചില പിള്ളേർക്ക് ഇപ്പോൾ 60,000 തുടങ്ങുന്നല്ലേ ഉള്ളൂ, അത് ധൈര്യമായിട്ട് എടുത്തോളൂ, കുറച്ചങ്ങ് ചുരുങ്ങുമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഭാര്യമാർ എന്ത് ചെയ്യണം, ഒരു 30,000 സാലറിയുള്ള ജോലി അങ്ങ് കയറി എടുത്തോളണം. കുട്ടിയൊക്കെ വഴിയെ വന്നോളും, നമ്മൾ കയറി അങ്ങ് എടുക്കണം എന്നേ. ചെന്നൈയിലാണെങ്കിലും ബോംബെ ആണെങ്കിലും എവിടെയാണെങ്കിലും. ഇപ്പോൾ ബോംബെ ഒക്കെ ആണെങ്കിൽ ഏത് തരത്തിലും ചുരുങ്ങി കഴിയാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഹൗസിങ് ഇതിന് കുറച്ച് അലവൻസ് കൂടുതൽ കിട്ടും. ഭയങ്കര വാടകയാണല്ലോ അവിടെ, വാടക ആണല്ലോ. അരവിന്ദിൻ്റെ ഭാഷയാണ് ബാഡ, ഹിന്ദി. അങ്ങനെ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. എൻ്റെ അച്ഛൻ ഈയിടെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മലയാളം മോശമായി തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും മലയാളം വായിക്കുകയല്ലേ, മലയാളം പറയുകയല്ലേ, എന്നിട്ട് എന്താ മോശമാണ്, ഞാൻ അരവിന്ദനോട് സംസാരിക്കുന്ന കാരണം മോശമാകും എന്ന് അച്ഛൻ പറയാം. അരവിന്ദൻ്റെ സംസാരത്തിൽ ഗ്രാമർ ഒന്നുമില്ല എന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? എൻ്റെ മലയാളം നല്ല സ്ഫുടവും നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, നിങ്ങൾക്ക് എൻ്റെ മലയാളം ഇഷ്ടപ്പെടുന്നില്ലേ? ഒരുപാട് പേരോട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ അച്ഛനോട് എനിക്ക് പറയാനാണത്. അച്ഛൻ എപ്പോഴും എന്നോട് പറയട്ടെ, ഹേ മോളെ ഭ എന്നേ പറയാവുള്ളൂ, ബാ എന്ന് പറയരുത്. അതുപോലെ ഭക്ഷണം എന്ന് പറയരുത്. അതെപ്പോഴും ഈ ഞാറയ്ക്കലുള്ള ആൾക്കാർ, അമ്മയും പറയും, അമ്മയുടെ ബ്രദേഴ്സൊക്കെ ഭക്ഷണം വാ, വലിയമ്മച്ചിയൊക്കെ പറയണേ ഭക്ഷണം കഴിച്ചാൽ
ഭക്ഷണം നിങ്ങളെന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കും. അപ്പം അച്ഛൻ കാരണമാണ് കേട്ടോ, എപ്പോഴും കറക്റ്റ് ചെയ്യും ഇങ്ങനത്തെ മോശമായിട്ടുള്ള അതിൽ എന്തുട്ടാ അങ്ങനെ ചോദിക്കാൻ പാടില്ല. തൃശ്ശൂർ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണല്ലോ ചോദിക്കുക, എന്തുട്ടാ അത്, എവിടെയത് അങ്ങനെ ചോദിക്കും. പക്ഷേ ഇത് എന്തുട്ടാ, അത് അവരുടെ ആ ലോക്കൽ സ്ലാങ്ങിൽ അവർ ചോദിക്കും. ദാറ്റ്സ് ഓക്കെ. നമ്മളെന്തിനത് എന്തുട്ടാടി അങ്ങനെ ചോദിക്കാനേ പാടില്ലേ, എന്താണ് എന്നേ ചോദിക്കാൻ പാടില്ലെന്ന് പറയും. ശരി, അത് മാറിപ്പോയി വിഷയം. അപ്പം അങ്ങനെ അച്ഛൻ അരവിന്ദ് അങ്ങനെ ഇവിടെ കഴിയുമ്പോൾ അപ്പം ഇനി നമുക്ക് വീടെടുക്കണം, കുറച്ചെങ്കിലും സാധനങ്ങൾ മേടിക്കണം അല്ലേ. എവിടെ നിന്ന് വരും പൈസ, ഒന്നും അറിയാൻ പാടില്ല. ഈ കടം മേടിക്കണം മോശമല്ലേ, എന്താ ചെയ്യുക, ആരോട് ചോദിക്കും. അപ്പോൾ ബാബൻ ചേട്ടൻ ഇങ്ങോട്ട് ഓഫർ ചെയ്തു, നിങ്ങൾക്ക് ഇപ്പം ഇവിടെ തൽക്കാലം ഇതൊക്കെ സെറ്റാക്കാനായിട്ട് എത്ര രൂപയാണെന്ന് എഴുതി നോക്കൂ, അത് ഞാൻ തരാം. അത് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനോട് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അച്ഛനെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരാഴ്ച സമയത്തിൽ അച്ഛൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ 20,000 റുപ്പീസ് മതി. ഒരു വീട് അഡ്വാൻസ് കൊടുക്കണം. ആ വീടിന് മന്ത്ലി 2,500 രൂപയാണ് കേട്ടോ വാടക പറഞ്ഞ ഒരു ആൾ. അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഞാൻ രഞ്ജിനി ചേച്ചി നടന്ന് പോയി, കുറേ സ്ഥലങ്ങൾ പോയി, അവിടെ അടുത്തൊക്കെ ഉള്ള സ്ഥലമൊക്കെ പോയി നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു ഗലി പോലെയുണ്ട്. ഇപ്പോഴും ഞാൻ അതിൽ കൂടെ പോകുമ്പോൾ ഇപ്പോഴും അതുപോലെയാണ്. 25 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെയാണ്. ചെറിയ ഗേറ്റും അങ്ങനെ ഒക്കെ ആയിട്ട് അതിലൊക്കെയാണ് അവർ 2,000-നൊക്കെ വീട് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവർ പറയണേ 3,000 രൂപയൊക്കെ വേണം ഒരു റെൻറ്റ്, നല്ല വീട് എടുക്കണം. അപ്പോൾ രഞ്ജിനി ചേച്ചി താമസിക്കുന്ന വീടിനൊക്കെ 4,000 റുപ്പീസിൻ്റെ അടുത്താണ് റെൻറ്റ്. രഞ്ജിനി ചേച്ചിയുടെ സ്വന്തം വീടായിരുന്നു അപ്പുറത്തൊക്കെ ഉള്ള. അപ്പോൾ ഐ ഡിഡ്ന്റ് വോണ്ട് ടു. അവിനാശും പിന്നെ എന്തായിരുന്നു അഞ്ജനയും അവരും ഇതുപോലെ ഞങ്ങളുടെ പോലെ ന്യൂലി വെഡ് കപ്പിളാട്ടോ. അഞ്ജനയെ നിങ്ങളറിയും. അഞ്ജന വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഗ്രീഡി റീഡർ എന്നുള്ള പേരിൽ ബുക്ക് റിവ്യൂ നടത്തുന്ന ആളാണ്. നിങ്ങൾ പക്ഷെ അങ്ങനെയല്ല അഞ്ജനയെ അറിയുക. നിങ്ങൾ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ആ നല്ല പാട്ടുള്ള സിനിമ, നമ്മുടെ ദർശന എന്ന് പറഞ്ഞിട്ട്, അയ്യോ എന്തായിരുന്നു സിനിമയുടെ പ്രണയം എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു മൊട്ടത്തരം ചെയ്യും. അത് സുജയൊക്കെ നല്ലോണം അറിയാം സിനിമയുടെ പേരുകളൊക്കെ, അത് പറയണം. ഞാനിത് എഴുതി വെച്ച് വന്നതൊന്നുമല്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന സ്ക്രിപ്റ്റാണിത്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വിജയരാഘവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതാണ് അഞ്ജന കേട്ടോ. അഞ്ജന ആ സമയത്ത് നല്ല സ്മാർട്ടാണ് കേട്ടോ അഞ്ജനയൊക്കെ. അപ്പോൾ ഈ അഞ്ജനയും അവിനാശുമാണ് രഞ്ജിനി ചേച്ചീൻ്റെ ഓപ്പോസിറ്റുള്ള, രഞ്ജിനി സ്വന്തം വീട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അവിടെ റെൻറ്റ് ഇതൊക്കെയാണ് 3,500 അങ്ങനെയൊക്കെ റേഞ്ചാണ് ടു 4,000. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആകെ കൂടെ കിട്ടാൻ പോകുന്ന 6,000 രൂപയാണ്. 3,500 രൂപയുടെ വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറ് നാട്ടിലുണ്ട്, അത് കൊണ്ടുവരും. പെട്രോൾ ഒഴിക്കണം, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ശരി, ഞാനും ഒരു ജോലിയൊക്കെ അന്വേഷിക്കും, പക്ഷേ അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ, ഇപ്പോൾ ഉള്ള പൈസ അനുസരിച്ച് വേണ്ടേ എടുക്കാൻ. അങ്ങനെ ഞങ്ങളൊരു ഇച്ചിരി കൂടെ ഉള്ളിലോട്ട് പോയി. കാരണം നമുക്ക് കാറുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വരാമല്ലോ. വൈറ്റ് മാരുതി കാർ KL7 9712 അങ്ങനെയായിരുന്നു. അതായിരുന്നു നമ്പർ. കാരണം എനിക്ക് 9752 അരവിന്ദിൻ്റെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കണം, എന്നാലും ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് വിളിച്ച് പറയണതാ കേട്ടോ. എന്താന്ന് വെച്ചാൽ 23 ആണ് കൂടുമ്പോൾ വരുന്നത്, 9752 ആണ്. ബിക്കോസ് 23 എന്ന് പറയുന്നത് സായിബാബയുടെ ബർത്ത് ഡേ ആയിരുന്നു 23. അതായത് 2+3 5 ആണ് എനിക്ക് എപ്പോഴും നല്ല ഇതായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കിയൊക്കെ എടുക്കാറ് കേട്ടോ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ചേച്ചി എന്ന ആളുകൾ വിചാരിക്കല്ലേ, ഇതാണ് ഞാൻ, ദിസ് ഈസ് മീ, ദാറ്റ് ഈസ് വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ യു. എൻ്റെ കൂടെ എന്നെ കേട്ടുകൊണ്ട് എൻ്റെ കൂടെ വരുന്നവരില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണല്ലോ എന്നെ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളോട് ഞാൻ സത്യമല്ലേ പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ആലോചിച്ചപ്പോൾ വേണ്ട, അയ്യോ വേണ്ട, 2,500-ന് എല്ലാം ഒതുങ്ങണം. എന്ത് പറയണത് ശരിയാ. അതായത് 500 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് എല്ലാം വരും പിന്നെയും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു ഒരു ജസ്റ്റ് 1 ബെഡ്റൂം വീട് കണ്ടുപിടിച്ചു. 2 ബെഡ്റൂം വീടാണ് അത്. 2 വലിയ ഹോളുണ്ട്, പക്ഷെ അവർ ഇങ്ങനെ തിരിച്ച് തരാമെന്ന് പറഞ്ഞു 1 പോർഷനായിട്ട്. പക്ഷെ പുതിയ വീടായിരുന്നു കേട്ടോ. അപ്പോൾ സമാധാനം, നല്ല നീറ്റാണ്. പക്ഷെ അവിടെയില്ലേ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കോമൺ ബാത്റൂമാണ്, യൂറോപ്യൻ ക്ലോസറ്റ് അല്ല. കൈ കഴുകാനുള്ള ഇത് വച്ചിട്ടില്ല, എന്താ പറയുക, ഡൈനിങ് ഏരിയ ഇല്ലല്ലോ. കിച്ചൺ, പിന്നെ ഒരു ചെറിയ പാത്വേ,
പിന്നെ ഒരു ചെറിയ ഡ്രോയിങ് സ്പേസ്, പിന്നെ ഒരു വലിയ ബെഡ്റൂം വാസ് ക്വൈറ്റ് ബിഗ്. ഇത്രയേ ഉള്ളൂ അവിടെ. അപ്പോൾ ഞാൻ സാരില്ല, എനിക്കത് യൂസ്ഡ് ആയിരുന്നു കേട്ടോ. ഐ എം യൂസ്ഡ് ടു ദിസ് ഇന്ത്യൻ ക്ലോസറ്റ്സ്. അരവിന്ദ് വാസ് നോട്ട് യൂസ് ടു ഇറ്റ്. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ആരോഗ്യത്തിന് നല്ലതൊക്കെ തന്നെയാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അത് പോട്ടെ, കക്കൂസിൻ്റെ കാര്യം പറയാൻ പാടില്ല എന്ന് പറയും. ബിക്കോസ് ഐ വിൽ നെവർ, എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴേക്കേ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ പിന്നെ വേണ്ട. അതുകൊണ്ട് അത് ഞാനൊന്നും പറഞ്ഞില്ല, വിട്ടേരും. അങ്ങനെ ഞങ്ങൾ, പക്ഷെ ഇറ്റ് വാസ് വെരി ക്ലീൻ, നല്ല സ്ഥലം, നല്ല വീട്. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുകയാണ് കേട്ടോ. ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 20,000 വാങ്ങിച്ചല്ലോ. അപ്പം നമ്മൾ ഫിനാൻസ് പറയുമ്പോൾ ഇതൊക്കെ പറയണ്ടേ. ഇത് 20,000 റുപ്പീസിന് അഡ്വാൻസ് എമൗണ്ട് അവർ ചോദിച്ചത് 3 മാസത്തെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്, പിന്നെ 2 മാസത്തെ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതായത് 5,000 രൂപ ആണ്. അവരെന്നാലും സമ്മതിക്കില്ല. ശരി, എന്നാൽ എന്തെങ്കിലും ആവട്ടെ, 7,500 രൂപ എന്ന് ഉറപ്പിച്ചു. 3 മാസത്തെ അഡ്വാൻസ് കൊടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണ്ടേ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് കാറപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടില്ലല്ലോ. രഞ്ജൻ ചേച്ചിക്കൊന്നും അന്ന് കാർ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ പിന്നെയൊക്കെയാണ് വാങ്ങിക്കണവർ. എന്നിട്ട് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ തിരുവാൺമൂരിൽ പോയി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മണ്ണെണ്ണ സ്റ്റൗവ്. അപ്പോൾ ഈ മണ്ണെണ്ണയൊക്കെ എവിടെ കിട്ടും? ബാബൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ വാങ്ങിച്ചുകൊണ്ട് വാ, നമുക്ക് അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം, അതിനൊക്കെ ബ്ലാക്കിലൊക്കെ കിട്ടും, അന്നൊക്കെ അതൊക്കെ കിട്ടും. അപ്പോൾ ശരി എന്ന് പറഞ്ഞു, ഞാൻ അതിന് പോകട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം തന്നെ വാങ്ങിച്ചത് ഒരു സ്റ്റീലിൻ്റെ മണ്ണെണ്ണ സ്റ്റൗ, പിന്നെ ചൂല്, പുല്ലിൻ്റെ ചൂല്, പിന്നെ വന്നിട്ട് ചെറിയൊരു വിളക്ക്. ഇഷ്ടംപോലെ വിളക്ക് വീട്ടിയിരിക്കുന്നുണ്ട്, പക്ഷെ അത് പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ, വിളക്ക് വെച്ച് കയറണ്ടേ. പിന്നെ ഈ മണ്ണെണ്ണ സ്റ്റൗവിൽ കത്തിക്കാനുള്ള നൂലും അതൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അല്ല, അതിൽ വയ്ക്കാനുള്ള ആദ്യത്തെ പാല് കാച്ചാനുള്ള സ്റ്റീലിൻ്റെ കലം, പിന്നെ എന്തായിരുന്നു, പിന്നെ ഇതുപോലെ തീപ്പെട്ടി, ചന്ദനത്തിരി, പിന്നെ ഇത് കർപ്പൂരം, പിന്നെ എന്തായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പാല് കാച്ചാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കർ, ഒരു കുക്കർ വാങ്ങിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ പാത്രം. അവിടെ നല്ല സ്റ്റീൽ പാത്രങ്ങൾ കേട്ടോ. 4 സ്റ്റീൽ പാത്രം മേടിച്ചു, ഇങ്ങനെ തട്ട്, നമ്മൾ ചോറ് കൊണ്ടാനുള്ള 4 സ്റ്റീൽ പാത്രം. അതിൽ തന്നെ ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അതിൽ തന്നെ ആക്കാമല്ലോ നമുക്ക്. ഞങ്ങൾ 2 പേരല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ വന്നിട്ട് ചായ ഉണ്ടാക്കാനുള്ള പാത്രം. ചായ അരവിന്ദ് കുടിക്കൂല, പാല് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കാപ്പിയാണ് ഞാൻ കുടിക്കുക, ഞാനും ചായ കുടിക്കൂല. അപ്പോൾ ഇത്രയും വാങ്ങിച്ചോളൂ. ഇത് വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ ഇത് കടായി, നോൺ സ്റ്റിക്കൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചത്, കടായിയാണ് വാങ്ങിച്ചത്. പക്ഷേ ദോശ ഉണ്ടാക്കാൻ ഒരു നോൺ സ്റ്റിക്ക്, അപ്പോൾ ഓംലെറ്റും ഇതും ദോശ, അങ്ങനെ ഞാൻ രഞ്ജനി ചേച്ചിയുടെ ഹെൽപ്പ് എടുത്ത് എഴുതി ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് 3,000 റുപ്പീസിൻ്റെ അകത്ത് ഇതെല്ലാമായി. അപ്പോൾ ബാക്കി കുറച്ച് പൈസ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇനിയും ഒരു 9,500 റുപ്പീസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ ആദ്യത്തെ മാസത്തെ റെൻറ്റ് അങ്ങോട്ട് കൊടുത്തേക്ക് വരുവേ, നമുക്കിപ്പോൾ സമാധാനമായിട്ടിരിക്കല്ലേ. അത് വേണ്ട, നമുക്ക് സാലറി കിട്ടുന്നതിന് കൊടുത്താൽ മതി, പക്ഷേ ഈ 2,500 നീ സൂക്ഷിച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞൊരു കവറിലിട്ടിട്ട് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നവംബർ 1996 എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ എഴുതി ഒരു എൻവലപ്പിൽ എഴുതി അവിടെ വെച്ചു. കാരണം അടുത്ത മാസത്തേക്കല്ലേ. അപ്പോൾ ഇത് ഒക്ടോബർ 1 മുതലാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ താമസിക്കാനായിട്ട് വരുമ്പോൾ സായിബാബയുടെ ഒരു ചെറിയ ഒരു ഫോട്ടോ ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയാണ് അരവിന്ദിൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചാരി വെച്ചിട്ട് വിളക്ക് കത്തിച്ചു. ബാബൻ ചേട്ടനും അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെന്നേ, എവിടേക്കോ ഉണ്ട് അതൊക്കെ. ബാബൻ ചേട്ടനും രഞ്ജനി ചേച്ചിയും ഞാനും പഴയ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഒരു ആൽബം ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കൂ. പോഡ്കാസ്റ്റിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ഇനി അങ്ങനത്തെയൊക്കെ ഇടാം കേട്ടോ. വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ അതിടാം, അവിടെ ഇരിക്കണ കാരണേ. പെരുമ്പാവൂർ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത്, പഴയ ഫോട്ടോസൊക്കെ. ഞാൻ കുറേ പ്രോമിസസ് തന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോകാനായിട്ട് നോക്കിയിരിക്കുകയല്ലേ നിങ്ങൾ. സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോൾ മിക്കവാറും പോകും. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, ബട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തായിരുന്നു, അപ്പോൾ ഇതൊക്കെ ചെയ്തു, പാല് കാച്ചി. അത് കഴിഞ്ഞിട്ട് ചോറ് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കിവിടെ ചോറ് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി, ചോറ് വെച്ചു. അതും ഒരൊറ്റ മണ്ണെണ്ണ സ്റ്റവ് കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. ഈ
ചോറ് മാറ്റി വെച്ച് പിന്നെ ഇത് വെച്ച് എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറിനൊക്കെ വേറെ സംഭവം കണ്ടുപിടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ തിളപ്പിച്ചിട്ട് അത് ഞാൻ കുക്കറിന് അമ്മ പറഞ്ഞു തന്നെ. ആ ചോറ് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കി കുറേ മുമ്പേ തിളപ്പിച്ചിട്ട് അതിൻ്റെ തലേദിവസം തിളപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കും, എന്നിട്ട് ഇങ്ങനെ മൂടി വെക്കും. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും ചോറായിട്ടിരിക്കും. അത് പിന്നെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്തു. ഈ ഇതിൽ മാറ്റി ഞാൻ ഒരു സാമ്പാറും ഉണ്ടാക്കി, ഇതും ഉണ്ടാക്കി, ഈ എഗ് ഫ്രൈ ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നല്ലോ എന്തോ വേറൊരു തോരനും കൂടി ഉണ്ടായിരുന്നു. ബീൻസാണോ ക്യാബേജാണോ, ഇത്രയും ഉണ്ടാക്കി, പപ്പടം. സുഖമായിട്ട് എല്ലാവരും കഴിച്ചു. അതിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഫ്രിഡ്ജൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ കിടക്കാനായിട്ട് ഒരു കിടക്ക വാങ്ങിച്ചിരുന്നു. കിടക്ക വാങ്ങിച്ചു, 2 കിടക്ക വാങ്ങിച്ചു. ആ ഡ്രോയിങ് റൂമിൽ ഒരു കിടക്ക ഇട്ടു. പിന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു കിടക്ക ഇട്ടു. അവിടെ ഇങ്ങനെ ഈ സാധാരണ പോലെ ഇങ്ങനത്തെ തട്ടുകളില്ലേ, ആ തട്ടുകളായിരുന്നു ഇത് അലമാരി പോലെ ഉണ്ട്. എന്നിട്ട് പിന്നീട് ഞാൻ ആ അലമാരിക്ക് ഒരു കർട്ടനൊക്കെ തയ്ച്ചിട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചത്. ആകെ 3 സാരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചുരിദാറുകളും അമ്മ വാങ്ങിച്ചിരുന്ന, പണ്ട് ഞാൻ കോളേജിൽ ഇട്ടുകൊണ്ടിരുന്ന ചുരിദാറുകളൊക്കെ. കാരണം ഈ നല്ല സാരിയൊക്കെ അവിടെ വീട്ടിൽ വെച്ചിട്ട് വന്നു കേട്ടോ. അതിന് ഞാൻ അമ്മയായിട്ടൊക്കെ വഴക്ക് കൂടിയിട്ടുണ്ട്. അമ്മ അത് ഉടുക്കുകയൊക്കെ ചെയ്ത് അത് കീറുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ആളാണേ. പിന്നെ അത് ഞാൻ പിന്നെ എടുത്ത് തേച്ചൊക്കെ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് ആ സാരിയൊക്കെ. അതായത് കല്യാണത്തിന് നമുക്ക് കല്യാണ സാരി കഴിഞ്ഞ് കഴിയുമ്പോൾ 4 സാരി ഉണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെയുണ്ടോ? ഫസ്റ്റ് സാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സാരി, തേർഡ് സാരി, 4 സാരി, പിന്നെ ഒരു 5ാമത്തെ സാരിയും കൂടി ഉണ്ടാവും അടുത്ത ദിവസത്തേക്ക്. അത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ സാരികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ 3 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു മഞ്ഞ, എല്ലാം പട്ടിൻ്റെ ആട്ടാണ് വാങ്ങിച്ചു തന്നായിരുന്നു അരവിന്ദ്. മഞ്ഞയിൽ പച്ച ബോർഡർ, പിന്നെ ഒരു നല്ല മജന്ത ഇങ്ങനെ ഒരു ബോർഡറായിട്ട്, പിന്നെ ഒരു പച്ച ചെക്സ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഈ സാരി കാണാമോ? കാണാതിരിക്കുമല്ലോ. ഇതാണ് ആ സാരി. ഇത് ഞങ്ങൾ പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ട്, ഇതിൽ പൊടിയുണ്ട്, ഒന്നും കൂടെ നോക്കിക്കേ, അതവിടെ ഇരിക്കുകയായിരുന്നു. എപ്പോഴും പൊടി പിടിക്കും ഇവിടെ. എന്താണ് ആ സാരിയൊക്കെ അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. ഇത് 3rd 4th സാരി. അതൊക്കെ അംബികയുടെ വീട്ടിലുമൊക്കെ പോയപ്പോഴും ഞാൻ അതൊക്കെ തന്നെയായിരുന്നു എടുത്തത്. പക്ഷെ വളരെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഷീമാട്ട് എന്തായിരുന്നു, ജയലക്ഷ്മി എന്ന് വാങ്ങിച്ചതാണ്. 22 മിനിറ്റായി. അപ്പോൾ ഞാൻ നിർത്തട്ടെ. ഈ കഥകൾ ഇനിയും ഇങ്ങനെ കുറേ കഥയുണ്ട്. കേൾക്കാൻ ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ വരൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് ടേക്ക് അവേ ഉണ്ട്, എല്ലാത്തിനും ടേക്ക് അവേ ഉണ്ട്. ഫെയ്ത്ത് ആൻഡ് യൂണിവേഴ്സ്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഡിസിപ്ലിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം പൗലോ കൊയ്ലോ പറഞ്ഞത് കറക്റ്റാണ്. ആ സിനിമയിൽ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ പിന്നെ എല്ലാവരും വായിക്കണത് ദ ആൽക്കമിസ്റ്റ്. നിങ്ങൾ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വാങ്ങിച്ച് വായിക്കൂ. അതിൻ്റെ മലയാളം വെർഷനുണ്ട്. ഇംഗ്ലീഷ് വായിക്കുന്നവർ ഇംഗ്ലീഷ് വേർഷനിൽ തന്നെ വായിക്കൂ. വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. അതിലുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ പ്രപഞ്ചം മുഴുവനും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഓക്കെ, താങ്ക് യു. എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. സഞ്ചരിക്കാൻ പോകുന്നവർക്കും ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കേൾക്കുന്നവർ.